ഈ വർഷം എന്തായാലും ഇല്ല, ഇനി മാർച്ചിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ഇവിടെ കാണുന്നത് പോലെ സ്റ്റേഡിയത്തിൽ തകൃതിയായി പണികൾ നടക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച ദിവസവും അവിടെ പണി നടക്കുകയാണ്. കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുന്നെങ്കിൽ ആ ഒരു കരാർ ഉണ്ടാവണം, ആ കരാറിന്റെ വിശദാംശങ്ങൾ വേണം. പക്ഷെ ആരും ഇങ്ങനെ ഒരു കരാറിനെ കുറിച്ച് ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കരാറുണ്ടെന്ന് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എങ്ങനെയാണ് സർക്കാരിന് ഒരു സ്വകാര്യ വ്യക്തിയെ ഇത്രയേറെ നമ്മുടെ ഏറ്റവും അഭിമാനമായ ഒരു സ്റ്റേഡിയം അങ്ങനെ അങ്ങ് നൽകാൻ കഴിയുന്നത്? അവർക്ക് എന്താണ് ഇതിൽ അവർക്ക് താല്പര്യം? ഈ ഒരു മത്സരത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇത് കൊടുക്കുന്നത്? അതിനുശേഷം ഇവർക്ക് എന്തെങ്കിലും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അവകാശമുണ്ടാവും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസ് ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇങ്ങനെയൊരു നിരവധി ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊരു സ്റ്റേഡിയം ഇത്രയേറെ പണം മുടക്കിയൊരു അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോൾ അതിന്മേൽ വേണ്ട ആലോചനകൾ നടന്നിട്ടുണ്ടോ ശ്രീ പി.വി. ശ്രീനിജൻ? ഇത് സംബന്ധിച്ച് ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആള് ഞാനല്ല, എങ്കിലും എനിക്കറിയാവുന്ന വസ്തുത പറയാം. ഞാൻ GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. അർജന്റീന ടീമും മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരികയും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയം സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറണം എന്നുള്ള നിർദ്ദേശമാണ് അന്ന് വന്നത്. അത് GCDയിൽ ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ട് സ്പോർട്സ് ഫൗണ്ടേഷന് സ്റ്റേഡിയം വിട്ടു നൽകുകയാണ് ചെയ്തത്. ബാക്കി അനുബന്ധ കാര്യങ്ങൾ സ്പോർട്സ് ഫൗണ്ടേഷനും ഒരു പക്ഷേ ഈ പറയുന്ന സ്പോൺസറും തമ്മിൽ കരാറുണ്ടാകാമല്ലോ, അത് വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണല്ലോ. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം നവംബറിൽ അർജന്റീന ടീമും മെസ്സിയും വരുന്ന സമയത്തിനുള്ളിൽ ഈ പണികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടൊരു ശ്രമവും അതിന്റെ പുറകിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ടീം വരാത്ത സ്ഥിതിക്ക് അടുത്ത വിൻഡോയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിന്റെ പണി തുടരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇനി ഇത് മാത്രമല്ലല്ലോ, ISL മത്സരങ്ങൾ വരാൻ പോകുന്നു. അത് ശ്രീ പി.വി. ശ്രീനിജൻ, ഞാനും പൂർണ്ണമായി അംഗീകരിക്കുന്നു. കേരളത്തിൽ മെസ്സി വരും അല്ലെങ്കിൽ അർജന്റീന ടീം വരും എന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ കരുതിയിരുന്നത് അങ്ങനെ ഒരു വരവ് കൊണ്ട് ഇവിടുത്തെ സ്പോർട്സ് മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഉണർവ്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വികസനം, ഇതൊക്കെ തന്നെയാണ് നമ്മളൊക്കെയും കണ്ടിരുന്നത്, വളരെ പോസിറ്റീവായി കണ്ടിരുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം അതൊരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ സ്വകാര്യ വ്യക്തിക്ക് താല്പര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാൻ അങ്ങും ഞാനും ബുദ്ധിയില്ലാത്തവരല്ലോ. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. ഒരു 70 കോടി രൂപ മുടക്കി അവർ അതിൽ നിന്ന് ഈ ഒരൊറ്റ കളിക്ക് ശേഷം അങ്ങ് പിന്മാറും, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് അതിന്മേൽ യാതൊരു അവകാശങ്ങളും ഉണ്ടാവില്ല എന്നാണോ? പ്രത്യേകിച്ച് നമ്മൾ ഓരോ വ്യക്തിയെയും ഓരോ കാര്യവും ഏൽപ്പിക്കുമ്പോൾ പലതരം ആലോചനകൾ വേണം. എത്ര കേസുകളുണ്ട് അവരുടെ ഈ ഗ്രൂപ്പിന് മുകളിൽ? എത്ര കേസുകളുണ്ട്? ഏതൊക്കെ ആരോപണങ്ങളിൽ അവർ പെട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടർ എന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ മുകളിൽ അത്യാവശ്യം ആലോചന വേണ്ടേ? നമ്മുടെ സ്റ്റേഡിയം അല്ലേ? അതെ, തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ളൊരു അത്തരം ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ, ഈ പറയുന്ന സ്പോൺസർക്കെതിരെ ആധികാരികമായിട്ട് മറുപടി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിലപ്പുറം അങ്ങ് ഈ സംസ്ഥാനത്ത് ഒരു MLA ആണല്ലോ, അവർക്കെതിരെ നിലനിൽക്കുന്ന കേസുകളെ കുറിച്ച് അങ്ങേക്ക് ധാരണ? കേസുകളെ കുറിച്ച് ഇപ്പൊ എനിക്കെതിരെയും ഒത്തിരി കേസുകൾ, ആരോപണങ്ങൾ അതുപോലെയാണോ മുട്ടിൽ മരമുറി കേസ്? പി.വി. ശ്രീനിജനെതിരെ അങ്ങനെ എന്തായാലും ഒരു ആരോപണം ഉള്ളതായി എനിക്കറിയില്ല. അല്ല അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ഒത്തിരി പേര് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സബ്ജക്റ്റിൽ ഒതുങ്ങി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിലൊരു വീഴ്ച സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആരാണോ ഇതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവരിതില് വന്ന് ഇതാണ് കാര്യങ്ങളെന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതാണ്. ആ വിശദീകരിക്കാത്തതിലുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണം. ഉറപ്പായും ഇന്നലെ നമ്മൾ സ്പോർട്സ് മന്ത്രിയോട് ചില കാര്യങ്ങളിൽ വിശദീകരണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ഖേദകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ഭാഷ വളരെ മോശമായിരുന്നു. നിനക്ക് നിന്റെ ഭാഷയിൽ ഞാൻ മറുപടി പറയണോ എന്നൊക്കെ ഒരു മന്ത്രി ചോദിക്കുന്നത്, ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നതൊക്കെ വളരെ മോശമാണെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഫിഫയ്ക്ക് മെയിലും അയച്ചിട്ടാണ് ഈ സ്റ്റേഡിയത്തിന്റെ. ഞാൻ MLA മാത്രമല്ല, ഞാൻ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ. അതെ, അങ്ങൊരു സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ആണെന്ന് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഞാൻ
അല്ലെങ്കിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഈ അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ലെന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ പി വി ശ്രീനിജൻ, ഒരു ടീം വന്ന് പറയുകയാണ്, ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് വന്ന് പറയുകയാണ്, ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു, ഞങ്ങൾ അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നു. ഇത് കേൾക്കുമ്പോൾ സർക്കാർ ഇവരാണ് ഒഫീഷ്യൽ സ്പോൺസർ എന്ന് പറഞ്ഞൊരു ജിയോ ഇറക്കുന്നു. പിന്നെ നടക്കുന്നതിനൊന്നും ഒരു കണക്കുമില്ല, ഒന്നുമില്ല. ആളുകളെ മുഴുവൻ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു, ചില ഫോട്ടോകൾ പുറത്തു വരുന്നു. അപ്പൊ ചുരുക്കത്തിൽ വിഡ്ഢികളായത് നമ്മളൊക്കെയല്ലേ, ഇവിടുത്തെ ഫുട്ബോൾ ആരാധകരല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു മൂന്ന് വേൾഡ് കപ്പ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. 2 അണ്ടർ-17 വേൾഡ് കപ്പ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഓരോ സ്ഥലത്തും ഇൻഫ്രാസ്ട്രക്ചർ അത് നമ്മൾ ഈ പറയുന്ന എനിക്കും വളരെ അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും അതായത് ഒരു 5 വർഷം എടുത്ത് പല സ്റ്റേഡിയങ്ങളും നവീകരിച്ച് ഒരു ടീം ഒരു ലോകകപ്പ് കളിക്കാൻ വരുമ്പോ എങ്ങനെയാണ് ഒരു സ്റ്റേഡിയം ഒരുക്കേണ്ടതെന്ന് നമ്മളെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ഷോർട്ട് പീരീഡില് അത് സാധ്യമാകുമെന്നൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന സ്പോൺസർ അടക്കമുള്ള ആളുകളുടെ എന്തൂസിയാസവും ഗ്രൗണ്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും സ്റ്റേഡിയത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ഷോർട്ട് പീരീഡ് മാൻ പവർ വെച്ച് മെഷീനറി ഉപയോഗിച്ച് ഇത്തരം വർക്കുകൾ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു പുതിയ അനുഭവവും കാഴ്ചയും ഒരുപക്ഷെ തന്നിരുന്നേനെ. നമുക്ക് ശ്രീ ശ്രീനിജൻ നമുക്ക് ആഗ്രഹിക്കാം, സ്വപ്നം കാണാം, പക്ഷെ അതിനൊരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ടല്ലോ. ഇപ്പോൾ ഒരു സൗഹൃദം, ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഒരു സൗഹൃദ മത്സരം പോലും നടത്താൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്റ്റേഡിയമാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നാണ് ഫിഫയുടെ വിലയിരുത്തൽ. അത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ, അങ്ങ് ഫുട്ബോൾ വളരെ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അറിയാം. അത് അവിടുത്തെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ഏതാണ്ട് എത്ര സമയം വേണ്ടി വരുമെന്നതും നമുക്കൊരു സാധാരണഗതിയിലുള്ള ധാരണയില്ല. എത്ര അടിയന്തര സാഹചര്യത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി തീർത്താലും അതിനൊരു സമയം വേണമായിരുന്നു. ഫിഫ വന്ന് ഏതായാലും നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന ഒരു സംശയങ്ങളും ആശങ്കകളും എല്ലാം ഞങ്ങള് GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ 24-ാം തീയതിയാണ് യോഗം ചേരാമെന്ന് വിചാരിച്ചിരുന്നത്. ഈ വിഷയങ്ങളെല്ലാം പക്ഷെ അന്ന് രാഷ്ട്രപതിയുടെ സന്ദർശനമുള്ളതുകൊണ്ടാണ് മാറ്റിവെച്ചത്. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന ഈ കാര്യത്തിൽ എനിക്ക് ഒരു മറുപടി പറയാൻ കഴിയും. കാരണം ഇത്തരം കാര്യങ്ങൾ എല്ലാം സുതാര്യമായിട്ട് ഇപ്പൊ GCD ചെയർമാൻ ആണെങ്കിലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കെല്ലാം GCDയിൽ കൃത്യമായിട്ടൊരു ചർച്ച ഉണ്ടാകുകയും അതിനുശേഷം GCD ചെയർമാൻ തന്നെ ഇതിലൊരു വിശദീകരണം നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ അങ്ങേക്ക് തൃപ്തികരമായ വിശദീകരണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ കരാർ അങ്ങ് കണ്ടിട്ടുണ്ടോ? അതായത് ഇത് സ്റ്റേഡിയം ഞങ്ങൾ കമ്മിറ്റിയിൽ വന്നത് മന്ത്രിയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു നിർദ്ദേശം വന്നു, സ്റ്റേഡിയം സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറണം. ഇതായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോർട്സ് ഫൗണ്ടേഷൻ ഞങ്ങൾ സ്റ്റേഡിയം കൈമാറുന്നു GCD. അതിനുശേഷം സ്പോർട്സ് ഫൗണ്ടേഷനും ഈ സ്പോൺസറുമായിട്ടുള്ള കരാറ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് കാണാനും കഴിയില്ല. അത് സബ്സിക്വന്റ് ആയിട്ടുണ്ടായ ഒരു കരാറാണ്. ഈ GCDയെ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങ് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം, GCDയുമായി ചേർന്നൊരു ത്രികക്ഷി കരാറല്ലേ ഇതിൽ ഒപ്പിട്ടുള്ളത്? എന്റെ അറിവിലില്ല. കാരണം സ്പോർട്സ് ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം കൈമാറാനാണ് അന്നത്തെ കമ്മിറ്റിയിൽ നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അതിനുശേഷം കമ്മിറ്റി കൂടിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തില് അത്തരം കരാറുകളോ ഈ നിങ്ങൾ പറഞ്ഞ പോലെ 3 പേര് ചേർന്നൊരു കരാറുണ്ടെങ്കിൽ അത് അടുത്ത കമ്മിറ്റിയിലാണ് സ്വാഭാവികമായിട്ടും വരുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിന് ഞങ്ങൾ അംഗീകാരം കൊടുക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അങ്ങേക്ക് ഞാൻ ഏറ്റവും അവസാനമായ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. അതിന് വളരെ അങ്ങേ പോലെ ഒരു കായിക പ്രേമി, ഫുട്ബോൾ ഇൻതൂസിയാസ്റ്റ് അതിന് കൃത്യമായൊരു മറുപടി പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുഴുവൻ സംഭവങ്ങൾ, ഈ മെസ്സി വരുന്നു എന്ന പ്രഖ്യാപനം തൊട്ട് ഇന്നലെ മെസ്സി വരില്ല എന്ന സ്ഥിരീകരണം വരെയുള്ള കാര്യങ്ങൾ അങ്ങ് എത്രത്തോളം കൺവിൻസ്ഡ് ആണ്? ഇതൊരു സ്വാഭാവികമായിട്ടൊരു ഫുട്ബോൾ എന്തൂസിയാസം, ഫുട്ബോൾ പ്രേമി, ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിൽ ഈ വർഷങ്ങളായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അസോസിയേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എത്രയോ ആളുകളുടെ പണിയെടുത്താണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു ഫുട്ബോൾ ലൈഫ് നമുക്കുണ്ടായത്. പക്ഷെ ആ അസോസിയേഷൻ അറിയാതെ
അല്ലെങ്കിൽ അർജന്റീനയിൽ നിന്ന് അവരുടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ഇവിടെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആരെങ്കിലും അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആരെങ്കിലും ഇതിനനുഗമിക്കാറുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ ഖേദകരമാണ്. അത്തരം അറിയിപ്പുകളൊന്നും ഒഫീഷ്യലി ഞങ്ങൾക്ക് വരാത്തതിനെ കുറിച്ച് ഞങ്ങൾ യോഗം ചേർന്ന് അതിനെക്കുറിച്ച് ഒരു ആശങ്ക കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുക, ഫുട്ബോൾ അസോസിയേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഫിഫയുടെ മത്സരം കേരളത്തിലും എറണാകുളത്തും നടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫിഫയുടെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ടായിരുന്നിരിക്കാം ഞങ്ങൾക്ക് ഒഫീഷ്യലി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെയെങ്കിൽ ഫിഫയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൺഫർമേഷനും ഇല്ലാതെ നമ്മൾ വെറുതെ ആയിരുന്നു ഈ ബഹളം മുഴുവൻ വെച്ചത്, അല്ലെങ്കിൽ പ്രതീക്ഷ മുഴുവൻ അർപ്പിച്ചത്. ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് ആശങ്കയുണ്ടോ? അതായത് ഇപ്പോൾ സ്വാഭാവികമായും 70 കോടി മുടക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കണമല്ലോ, അല്ലാതെ വെറുതെ ആ പൈസ ചെലവാക്കി അദ്ദേഹം അങ്ങ് ഇറങ്ങി പോകുമെന്ന് കരുതാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ യാതൊരു ആശങ്ക എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ സ്പോൺസർ കുറച്ച് പൈസ മുടക്കിയെന്ന് വിചാരിക്കാം. പക്ഷെ ആശങ്ക വരുന്നത് ഇനി അത് ഇപ്പൊ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആശങ്ക വരും. പക്ഷെ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അത് GCD ആണെങ്കിലും അത് ഏറ്റെടുക്കാൻ കപ്പാസിറ്റിയും കെൽപ്പുമുള്ളതാണ് GCD. അപ്പൊ തുടർ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഇനി നമ്മളെ ബാധിക്കും. കാരണം ഓൾറെഡി ഇത്രയും തുക അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും വിചാരിക്കുന്നതിന്റെ അപ്പുറമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ടുണ്ടായത്. പക്ഷെ ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എഗ്രിമെന്റിൽ എന്താണെന്നുള്ളത് നമ്മൾ എഗ്രിമെന്റ് പുറത്തു വന്നാൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. വളരെ നന്ദി ശ്രീ PV ശ്രീനിജൻ. ആ എഗ്രിമെന്റ് എവിടെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായ